ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ റെഡ് സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോസ് വെച്ചിട്ടാണ് പാസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒരു പാനിലേക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാസ്ത വേവിച്ചെടുക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാസ്ത നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാസ്ത എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ പാസ്ത വേവിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുരുവെല്ലാം മാറ്റി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒലിവ് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ആഡ് ചെയ്തേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഈ ഒലിവ് ഓയിലിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി വേണ്ടത് സവോളയാണ്. 1 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ 1 ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം കൂടി നമുക്ക് ഈ ഓനിയൻ്റെയും വെളുത്തുള്ളിയുടെയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതുപോലെ കളറുള്ള യെല്ലോയോ റെഡോ ക്യാപ്സിക്കവും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. 1 ടീസ്പൂൺ ഒറിഗാനോ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചതച്ച മുളക്. ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളകാണ്. അത് പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. നമ്മളിതിൽ സോസൊക്കെ ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിട്ടാൽ മതി ഇപ്പോൾ. ഇനി വേണ്ടത് പഞ്ചസാര 1 ടീസ്പൂൺ. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടിയും ചതച്ച മുളകും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളിയാണ്. തക്കാളിയുടെ കുരു എല്ലാം കളഞ്ഞാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളി, ഒരു മീഡിയം സൈസായിട്ടുള്ള 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പാസ്തയ്ക്ക് അത് മതിയാവും. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഉപ്പ് നമ്മൾ കുറച്ചിട്ടാൽ മതി ആദ്യം. കാരണം ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ നന്നായിട്ട് ഉപ്പ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളിത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പാല് ചേർക്കാൻ. തീ ഓഫ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ്
ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഞാനിവിടെ ചേർക്കുന്ന ചീസാണ്. 1/2 കപ്പ് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ബട്ടർ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് ടൊമാറ്റോയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ മുളകൊക്കെ ഇട്ടത് കൊണ്ട് കുറച്ച് സ്പൈസിയാണ്. അതുപോലെ തന്നെ പാലും ക്രീമും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല ക്രീമി ടേസ്റ്റും ഉണ്ട്. അപ്പം വൈറ്റ് സോസ് പാസ്തയുടെ ഒരു ടേസ്റ്റും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണിത്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിനി പതിയെ സൈഡെല്ലാം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങണം, കാരണം പാലൊക്കെ നമ്മൾ ചേർത്തതാണ്. ഇപ്പോൾ എല്ലാ സൈഡെല്ലാം നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്ത് എല്ലാ സോസുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പാസ്തയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പാഴ്സ്ലി ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പാസ്തയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്നെ സപ്പോർട്ടിന് നന്ദി.